കുന്നോന്നി തകഴി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയോടനുബന്ധിച്ച് സ്ഥാപിതമായിരിക്കുന്ന സഹദേക്കുന്ന് ദേറായിൽ ഫാദർ സെബാസ്റ്റ്യൻ അടപ്പശ്ശേരി സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. സെബസ്റ്റ്യാനോസ് ദി സ്ലീവ എന്ന പേരിൽ ഫാദർ സെബാസ്റ്റ്യൻ അടപ്പശ്ശേരിയെ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വേർതിരിച്ച് വിശുദ്ധീകരിച്ചു. അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ കാർമ്മികത്വത്തിൽ തകഴി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വെച്ച് തിരുക്കർമ്മങ്ങളും നടത്തപ്പെട്ടു. മാർ ജോസഫ് പള്ളിക്കാമ്പറമ്പിൽ പിതാവ് സഹകാർമ്മികനായി ശുശ്രൂഷകളിൽ സംബന്ധിച്ചു. നല്ലതണ്ണി മുറിഞ്ഞുപുഴ മാർത്തോമാസ്ലീഹ ദയറയിലെ ആശ്രമാധിപൻ റവറൻ ഡോക്ടർ സേവ്യർ കൂടപ്പുഴാച്ചന്റെ കീഴിൽ 1 വർഷത്തെ കാനോനിക നോവിഷ്യേറ്റ് പൂർത്തിയാക്കിയ വൈദികനാണ് ഫാദർ സെബാസ്റ്റ്യൻ അടപ്പശ്ശേരി. സന്യാസ ജീവിതത്തിന്റെ പൊതുജീവിത ശൈലികൾ പിന്തുടർന്നുകൊണ്ടായിരിക്കും അച്ഛൻ ഇവിടെ ആശ്രമ ജീവിതം ആരംഭിക്കുന്നത്. രൂപതാധ്യക്ഷന് മുൻപിൽ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ പാലിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ഈ ജീവിത ശൈലിയാൽ ആകർഷിക്കപ്പെടുന്നവർക്ക് അതിലേക്ക് പ്രവേശനം നൽകുവാനും നോവിഷ്യേറ്റ് നൽകുവാനുമുള്ള അവകാശം അച്ഛനുണ്ട്. വിശുദ്ധ രക്തസാക്ഷികളുടെ ദയറ എന്നർത്ഥം നൽകുന്ന ദയറാദ് സഹദേ കന്ദീഷെ എന്നായിരിക്കും അച്ഛൻ താമസിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത്. സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ സഹദേക്കുന്ന് ദയറ ഇപ്പോൾ പൂർണ്ണ സന്യാസാശ്രമം ആയിട്ടല്ല സഹദേക്കുന്ന് പ്രവർത്തിക്കുന്നതെങ്കിലും ഭാവിയിൽ പൂർണ്ണ മൊണാസ്റ്റിക് ജീവിതശൈലി പിന്തുടരുന്ന ദയറയായി ഇത് മാറ്റപ്പെടും. അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ കാർമ്മികത്വത്തിൽ തകിടി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വെച്ച് തിരുക്കർമ്മങ്ങൾ നടത്തപ്പെട്ടു. പാലാരൂപത ദ്വിതീയ മെത്രാനായ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ് സഹകാർമ്മികനായി ശുശ്രൂഷകളിൽ സംബന്ധിച്ചു. നല്ലതണ്ണി മാർത്തോമാസ്ലീഹ ദയറയുടെ ആശ്രമാധിപൻ ഡോക്ടർ സേവ്യർ കൂടപ്പുഴ, പാലാരൂപതയുടെ മുഖ്യ വികാരി ജനറൽ ഡോക്ടർ ജോസഫ് തടത്തിൽ, മറ്റു വികാരി ജനറൽമാരായ ഡോക്ടർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, പ്രൊക്യൂറേറ്റർ ഡോക്ടർ ജോസ് മുത്തനാട്ട്, ഡോക്ടർ കുര്യൻ മുക്കാംകുഴി, ഫെറോന വികാരിമാർ, വാഗമൺ കുരിശുമല ആശ്രമവാസികൾ, നല്ലതണ്ണി ആശ്രമവാസികൾ, മറ്റു വൈദികർ, സന്യാസ ഭവനങ്ങളിലെ പ്രൊവിൻഷ്യാൽസ്, സിസ്റ്റേഴ്സ്, തകിടി ഇടവകാംഗങ്ങൾ എന്നിവർ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ചു. ഷെക്കൈന ന്യൂസ്, കോട്ടയം.